ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മാർച്ച് 1 തീയതി മുതൽ 6 തീയതി വരെയായിരുന്നു ഉത്സവം. ഉളനാട്ടിലെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുവുത്സവം അശ്വതി മുതൽ തുടങ്ങുകയാണ് ആരവങ്ങൾ. അശ്വതി കായൽമാട സ്വാമിക്ക് നിവേദ്യം. കായൽമാടൻ സന്നിധിയിലേക്ക് ഘോഷയാത്രയുണ്ടായിരുന്നു. ഭരണി ശ്രീഭദ്രകാളിയമ്മയുടെ ഉത്സവം. കാർത്തിക ശ്രീ ദുർഗനടയിൽ പൊങ്കാല. എല്ലാ ദിവസവും ഓരോ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുച്ചിപ്പുടി, കൈകൊട്ടിക്കളി, ഭരതനാട്യം, ഓട്ടംതുള്ളൽ, നൃത്താവതരണം, ഭക്തിഗാനമേള, കുട്ടികളുടെ ഡാൻസ്. അത് കണ്ടിരിക്കാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ. ഇടക്ക് പോയി ഒരു കോളിഫ്ലവർ ബജ്ജിയും കഴിച്ചു. മാർച്ച് 6 രോഹിണി മഹോത്സവം. ഉച്ചയ്ക്ക് രോഹിണിയൂട്ട് സമർപ്പണം ഉണ്ടായിരുന്നു. ഉളനാട് പൂരം, താളമേള, വർണ്ണവിസ്മയം, എതിരേൽപ്പ്. ഉളനാട് ജംഗ്ഷനിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പഞ്ചവാദ്യം, മുത്തുകുടകൾ, താലപ്പൊലി, ശിങ്കാരിമേളം, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. ഉളനാട് ജംഗ്ഷനിലെ ഓരോ കാഴ്ചകളും നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു. ജംഗ്ഷനിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നാലും പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. എനിക്ക് ഉത്സവത്തിന് പോകാനും ആഘോഷിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? ദേശപ്രദക്ഷിണം കഴിഞ്ഞ് അമ്പലത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നീട് ദീപാരാധന. അതിനുശേഷം പൂരം പുറപ്പാട്. പൂരത്തിനായി ഭഗവാനെ എഴുന്നള്ളിക്കുന്നു. ഉളനാടിൻ്റെ വസന്തോത്സവം, ഉളനാട് പൂരം, പഞ്ചാരിമേളം. ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ളോട്ട് ഉത്സവ കാഴ്ചകൾ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഓരോ ഉത്സവകാലങ്ങളും സുഖമുള്ളൊരു കാത്തിരിപ്പാണല്ലോ അല്ലേ? എങ്കിൽ പിന്നെ ഒരു ബജ്ജി, ഒരു ഐസ്ക്രീം കൂടെ അങ്ങ് കഴിച്ചേക്കാം. അപ്പോൾ ബായ്.